കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പരിപാടി ഇവിടെ അവസാനിക്കുന്നില്ല. ഭക്ഷണത്തെക്കുറിച്ചും മറ്റൊക്കെ കുട്ടികൾ പറയുമ്പോൾ വിചാരിക്കും ഇത് അവസാനിക്കാൻ പോവുകയാണ്. ഇത് തുടങ്ങാൻ പോകുന്നുള്ള ഉദ്ഘാടന പ്രസംഗം നടന്നിട്ടില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ് വരുന്നുണ്ട്. അധ്യക്ഷൻ ഹൈദരലി തങ്ങളാണ്. തങ്ങൾ വരുന്നുണ്ട്. വളരെ സ്വാഭാവികമാണ്. ഇതിന് ആ തരത്തിലുള്ള ഔപചാരികതകളൊന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ട് സ്ത്രീകൾക്ക് അനുഭവപ്പെടുന്ന പ്രയാസത്തിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്. ഏതാണ്ട് പകുതിയോളം ആളുകൾക്ക് ഇരിക്കാൻ സൗകര്യം ഏർപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. തൂത കോളേജ് നടത്തുന്ന 3 ധനാഢ്യന്മാർ പ്രധാനമായിട്ടും പിന്നെ മറ്റുള്ളവരും ഒരു 3-4 ഏക്കർ സ്ഥലം ഈ ആവശ്യത്തിന് വേണ്ടി മാത്രം വാങ്ങി അതിനു വേണ്ടി 1.5 കോടി ഉറുപ്പിക ചിലവാക്കി. ഇനി 1.5 കോടി ഉറുപ്പിക കൂടി ചിലവാക്കിയാലേ ഭൂമി രജിസ്ട്രേഷൻ നടക്കുകയുള്ളൂ. അത് ചെയ്യാൻ പുത്തഞ്ചിറ കോളേജിലെ അസീസാജിയും ബീരാനാജിയും ഇസ്മായിലും ഇവർ ഏറ്റിട്ടുണ്ട്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വർഷം തന്നെ കുട്ടികൾ 130 ചില്ലാൻ കുട്ടികൾ PG വരണം. അടുത്ത വർഷം 200 ചില്ലാനം വരണം. അത് 4 വർഷം കഴിയുമ്പോൾ 5ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ 500-ലേറെ കുട്ടികൾ വരണം. അവർ 2 കൊല്ലത്തിനാണ് വരുന്നത്. 2ാം കൊല്ലം ആകുമ്പോൾ 1000-ലേറെ കുട്ടികളായി. ഇത് ഏതോ കുട്ടികളല്ല, ഈ ഇരിക്കുന്ന നിങ്ങളുടെ മക്കളെ കാര്യമാണ് ഈ പറയുന്നത്. ഇത് ഞങ്ങളും നിങ്ങളും തമ്മിൽ കുടുംബക്കാരെയാണ്. ഈ സെഷൻ്റെ പേര് തന്നെ അതാ, ചർച്ചയാണ്. അപ്പോൾ ഇതിന് പരിഹാരം വേണോ വേണ്ടേ? പരിഹാരം വേണോ വേണ്ടേ? അത് ഞാനും നിങ്ങളും ആലോചിക്കണം. ഇതിപ്പോൾ ആരെങ്കിലും തോന സൗണ്ടിൽ സംസാരിക്കണ വലിയ പ്രഗത്ഭരായ പ്രാസംഗികന്മാരൊന്നും ഇതിന് വിളിച്ചിട്ടില്ല. ഞങ്ങളത് ആലോചിച്ചു. അത് ശരിയല്ലല്ലോ. നമ്മളെ പൊരീത്ത കാര്യം ഒരു കുടുംബസംഗമത്തിൽ വയത് പറഞ്ഞ് തരിപ്പിച്ചിട്ട് നിങ്ങളേക്കെന്ന് എന്തെങ്കിലും ചെയ്യിക്കുക എന്നുള്ളത് ശരിയല്ല. അതുകൊണ്ടാണ് പൂക്കോട്ടൂരിനോട് സംസാരിക്കാൻ പറഞ്ഞത്. മൂപ്പരെ മകൻ ഇവിടെ പഠിക്കുന്നതാണ്, കുടുംബത്തിലെ മെമ്പറാണ്, ഇതിൻ്റെ ഫൈനാൻസ് സമിതി മെമ്പറാണ്. കാപ്പിൽ ലത്തീഫാജി ഫൈനാൻസ് സമിതി മെമ്പറാണ്. ആനമങ്ങാട് കൊണ്ട് വരും, മൂപ്പരും ഫൈനാൻസ് സമിതി മെമ്പറാണ്. കുടുംബത്തിൻ്റെ പുറത്തുനിന്ന് ഇതിൽ ആരുമില്ല. പാണക്കാട്ടെ തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും വന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉദ്ഘാടനം ചെയ്യും. അബ്ദുൽ വഹാബ് സാഹിബ് ഇവിടെ വന്ന് സംസാരിച്ചു പോയി. അദ്ദേഹവും ഇതിൻ്റെ അർഹാം അസംബ്ലിയുടെ ഭാഗമാണ്. അപ്പോൾ എല്ലാവരും കൂടി ഇതൊരു വികാരമായി കണക്കിലെടുത്ത് ഇത്ര ആളുകൾ അല്ലെങ്കിൽ എവിടുന്ന ഈ പച്ചപ്പകൽ ഇങ്ങനത്തെ ഒരു സംവിധാനത്തിന് വരും? അത് കുടുംബമായതുകൊണ്ടല്ലേ. നിങ്ങളൊക്കെ കൃത്യമായി അർഹാം അസംബ്ലിയിൽ പിന്നെ മെമ്പർഷിപ്പും കാർഡും അടക്കം വന്നിട്ടുള്ള ആൾക്കാരാണ്. ഇതൊരു വ്യവസ്ഥിതിയാണ്. ഈ വ്യവസ്ഥിതി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങളെ മക്കളെ ഞങ്ങൾ ശാന്തമായി പഠിപ്പിക്കാൻ ശ്രമിക്കട്ടെ. ഞങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ടാണല്ലോ, ആ രംഗത്ത് വിജയിക്കുന്നത് കൊണ്ടാണല്ലോ ഇവിടെ ഇനിയിപ്പോൾ ആദരിക്കാൻ പോവുകയാണ്. 5ഉം 6ഉം ഡോക്ടറേറ്റ് നേടിയ കൈറോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് ആരവിടെ പോയി യൂണിവേഴ്സിറ്റി PhD നേടിയിട്ടുള്ളത്? ഉന്നത പഠനം അറബി സർവകലാശാലയുടെ ചർച്ച നടന്നപ്പോൾ പ്രമുഖമായ പത്രങ്ങൾ എഴുതി. പണ്ട് മുഹ്യദ്ദീൻ ആലുവായി ചെമ്മീൻ എഴുതിയതിൻ്റെ ശേഷം ഒരു വാഫി എഴുതിയിട്ടുള്ള ഒരു അറബി അല്ലാതെ മലയാളത്തിൽ നിന്ന് അറബിയിലേക്കൊന്നും പോയിട്ടില്ല. നമ്മൾ എവിടെ ചെന്നോ അവിടെയൊക്കെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഭാഷാ സാഹിത്യം പഠിക്കുന്നുവെങ്കിൽ ആർക്കും കാണാൻ പറ്റുന്ന തരത്തിൽ കോടികൾ ചെലവാക്കി സർക്കാർ സംവിധാനത്തിന് സാധിക്കാത്ത വിധം നമ്മൾ ഒന്നുമില്ലാത്ത ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൈറോ യൂണിവേഴ്സിറ്റിയിൽ PhD അബ്ദുൽ ബർ വാഫിയുടെ PhD തീസിസിന്റെ ചർച്ച വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അറബി പണ്ഡിതൻ പറയുകയാണ്, കൈറോ യൂണിവേഴ്സിറ്റി വലിയ പ്രൊഫസർ പറയുകയാണ്, ഇവന്റെ ഭാഷാ ശുദ്ധി നോക്കൂ, ഇവന്റെ ഭാഷാ ഘടന നോക്കൂ. ഈജിപ്തുകാരായ അറബികളായ പണ്ഡിതന്മാർ, PhD വിദ്യാർത്ഥികൾ, ഇവരെയൊക്കെ മാതൃകയാക്കണമെന്ന് ആ നിലവാരത്തിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്തിക്കരുത്. ഞാൻ ചുരുക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് പോകാൻ തിരക്കുണ്ട്. അതുകൊണ്ട് നമ്മളെ ചർച്ച അവസാനിക്കുന്നില്ല. നമ്മളിപ്പോൾ ചർച്ച തുടങ്ങിയിട്ടുള്ളൂ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചെയ്യാൻ പോകുന്ന തന്നെ ഉദ്ഘാടനമാണ്. നിങ്ങൾ നിർബന്ധമായും, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, എനിക്ക് പരുക്കൻ മട്ടിൽ പറയാനേ അറിയുള്ളൂ. ഞാൻ പരുക്കൻ മട്ടിൽ നിങ്ങളെ കുറേ ആളുകളുടെ മക്കളെ പഠിപ്പിച്ചത് കൊണ്ടാണ് അവർ വളരെ സോഫ്റ്റായിട്ട് വന്നിരിക്കുന്നത്. എല്ലാവരും പറയും ഈ മക്കളൊക്കെ ഇവർ ഇപ്പം തന്നെ ഞങ്ങളോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഒന്ന് മുന്നിലേക്ക് വരാനില്ല. ഇവർ വിനയാന്വിതരായി വിനയം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അത് ഈ പരിക്കത്തരത്തിൻ്റെ ബാക്കിയാണ്. നിങ്ങൾ ഒരു പരിഹാരത്തിനുണ്ടാക്കി തരണം. ഞങ്ങൾക്ക് ആർക്കും ഇതിനു വേണ്ടി തെണ്ടാൻ പറ്റൂല. ഞാൻ തമാശ കൂടി കലർത്തി പറയാണ്, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഞങ്ങൾ മൂപ്പരെ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് ചെന്ന് കണ്ടിരിക്കണേ. പറ്റൂല, ചെയ്തേ തീരുമെന്ന് പറഞ്ഞിരിക്കണേ. വഹാബ് സാഹിബിനോടും പറഞ്ഞിരിക്കണേ. നിങ്ങളെല്ലാവരും കൂടി ഒരു 6 കോടിക്ക് പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കി തരണം. അത് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.